ഇപ്പോ ഉണ്ണിയുടെ അമ്മയായ വസു ഒന്ന് സൈൻ ചെയ്യുകയാണെങ്കിൽ സ്വത്ത് മുഴുവൻ ഈ ജാനകിക്ക് സ്വന്തമാകുമായിരുന്നു. അപ്പോ സ്വത്തിന് വേണ്ടിയായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെ, ഇപ്പൊ നിനക്കെല്ലാം മനസ്സിലായില്ലേ? ഉണ്ണിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കിയത് തന്നെ ഞാനാ. അതിലൂടെയാ ഞാൻ നിങ്ങളുമായിട്ട് അടുപ്പത്തിലായത്. ഉണ്ണിയെ എന്റെ വീട്ടിലേക്ക് വരുത്തി അവന്റെ സൈനും തമ്പ് ഇംപ്രഷനും ഞാൻ വാങ്ങിച്ചു. നിന്നെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിച്ചതാ. പക്ഷേ ഈ ഉണ്ണി ആ ഡോക്യുമെന്റ്സ് എല്ലാം നശിപ്പിച്ചു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അന്ന് എനിക്ക് സംശയം തോന്നിയതാ, പക്ഷെ ഞാനത് കാര്യമാക്കി എടുത്തില്ല. വിശ്വസിപ്പിച്ച് ചതിക്കാൻ നോക്കിയതല്ലേ? പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? വിശ്വസിക്കുന്നവരെയല്ലേ ചതിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിനക്ക് സ്വത്ത് വേണം, അതല്ലേ വേണ്ടത്? അത്രേ ഉള്ളൂ ചേച്ചി. ആ, ചേച്ചി സൈൻ ചെയ്ത് കഴിഞ്ഞാ ചേച്ചിയുടെ ജോലി തീർന്നു. കാർത്തിക, നീ എന്താ ഇവിടെ? ഞാനും ജാനകി മാഡത്തിന്റെ ആളാണ്. ഒരുപാട് നാളായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയി പോയി. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. സ്വത്തിന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ? നിങ്ങളൊന്നും മനുഷ്യരല്ല, മൃഗങ്ങളാ. മൃഗങ്ങൾക്ക് സ്വത്തിന്റെ ആവശ്യമൊന്നുമില്ല വസു. മനുഷ്യർക്കാ സ്വത്തിന്റെ ആവശ്യം. നീ വേണ്ടാന്ന് കളഞ്ഞ നിന്റെ ഭർത്താവ് എന്നോട് അന്യായം കാണിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് നിന്നെടുത്താ സ്നേഹം തോന്നിയത്. നിനക്കും നിന്റെ മകനും സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചു. അത് അയാളുടെ തെറ്റല്ലാതെ എന്റെ തെറ്റാണോ? എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട. എവിടെ വേണമെങ്കിലും ഞാൻ സൈൻ ചെയ്യാം. താങ്ക്സ്. നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇനി ഉണ്ണി അഴിച്ചുവിട്. എന്റെ ജോലി കഴിഞ്ഞിട്ടില്ല വസു. ഇനി നിനക്ക് എന്താ വേണ്ടത്? കുറച്ചു നേരം നീയും നിന്റെ മകനും എനിക്ക് ഗസ്റ്റ് ആയിട്ട് ഇവിടെ വേണം. എന്നുവെച്ചാ രജിസ്ട്രേഷൻ നടത്തണമല്ലോ. അതിനിടയ്ക്ക് നീയും നിന്റെ മകനും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ഇവളെയും കൂടി ഒന്ന് കെട്ടിയിട്ടേക്ക്. ശരി മാഡം. എന്തായി കാണിക്കുന്നെ? അമ്മേ വിട്, അമ്മേ 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 ഒന്നും ചെയ്യല്ലേ. ജാനകി, എന്നെ അഴിച്ചുവിട്. രാക്ഷസി, എന്നെ അഴിച്ചുവിടാൻ പറയടി. ബഹളം വെക്കണ്ട. വെറുതെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇനി അടുത്തത് എന്താ മാം? ഇനി നിനക്കൊന്നും ചെയ്യാനില്ല കാർത്തികേ. നീ പോയി റെസ്റ്റ് എടുക്ക്. എന്താ ഈ കാണിക്കുന്നേ? എന്താ ഇത്? വിട്. ഏയ്, എന്നെ എന്തിനാ കെട്ടിയിടുന്നേ? മാഡം, എന്താ ഇതൊക്കെ? എന്താ ഇത് കാണിക്കുന്നേ? നിന്നെ കൊണ്ടുള്ള ആവശ്യം എനിക്ക് കഴിഞ്ഞു കാർത്തികേ. വാട്ട്? എനിക്ക് സ്വത്തില് ഷെയർ തരാന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങളുടെ കൂടെ ചേർക്കാന്നല്ലേ പറഞ്ഞത്? പാമ്പിനെ ആരെങ്കിലും കൂടെ കൂട്ടുവോ? നീ എത്ര ആപത്തുള്ളവളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം എന്താ ഈ പറയുന്നേ? ഞാൻ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിന്റെ ബന്ധുക്കളെ നീ ചതിച്ചിട്ടുണ്ട്. സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭർത്താവിനെ തന്നെ നീ ദ്രോഹിച്ചില്ലേ?
നാളെ നീ എന്നെ ചതിക്കില്ലാന്ന് എന്താ ഉറപ്പ്? ദിസ് ഈസ് അൺഫെയർ മാം. ഞാൻ നിങ്ങളെ എന്തുമാത്രം വിശ്വസിച്ചതാണ്. എന്റെ സ്വന്തം പോലെയാണ് കരുതിയത്. വിശ്വാസം എന്ന വാക്ക് നീയോ ഞാനോ ഉപയോഗിക്കാൻ പാടില്ല. നിന്നെ വസു സ്വന്തം അനിയത്തിയെ പോലെയാ കണ്ടത്. അങ്ങനെയുള്ള വസുവിനെ നീ ചീറ്റ് ചെയ്തു. ഓ സോറി, നിന്നെ എനിക്ക് വേണ്ടട്ടോ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് സ്വത്ത് എന്റെ കയ്യിൽ വന്നാലുടനെ നിങ്ങളെ 3 പേരെയും ഞാൻ വെറുതെ വിട്ടേക്കാം. അതിനുള്ളിൽ എന്തെങ്കിലും അതിബുദ്ധി കാണിച്ചാൽ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. ഹലോ ലോയർ സർ, സൈൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. രജിസ്ട്രേഷന് വേണ്ട ഏർപ്പാട് ചെയ്യൂ. ഇന്ന് തന്നെ രജിസ്റ്റർ ആവണം. ഓക്കെ മാഡം. നീ ആരെയാ വിശ്വസിച്ചതെന്ന് ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായോ? ഒരു നല്ല ജീവിതം നീയായിട്ട് തന്നെ നശിപ്പിച്ചു. സ്വന്തക്കാരെ എല്ലാം പുറത്താക്കിയിട്ട് അവസാനം ഈ ഒരു അവസ്ഥയിൽ വന്നുപെട്ടു. സോറി ഏട്ടത്തി, ഐ എം വെരി സോറി. എനിക്ക് ഈ ശിക്ഷ എന്നെ കിട്ടണം. ഇനി ഒരു ദൈവത്തിനും എന്നെ രക്ഷിക്കാനാകില്ല. ഞാൻ മരിക്കുന്നത് നല്ലത്, മരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഒരു കൊച്ചുകുട്ടി ഇതുവഴി പോകുന്നത് കണ്ടിരുന്നോ? യെല്ലോ കളർ ടീഷർട്ട് ആയിട്ടിരുന്ന. ഇല്ല സാർ, ഞാൻ കണ്ടില്ല. താങ്ക് യു. മഞ്ഞ ടീഷർട്ട് ഇട്ട കുട്ടിയെ കണ്ടായിരുന്നോ? കണ്ടില്ല മോനെ. ചേട്ടാ ഒന്ന് നിൽക്കോ, ഇവിടെ ഒരു ചെറിയ പയ്യനെ കണ്ടിരുന്നോ? ഇല്ല സാർ. ഉണ്ണി ഏട്ടാ, ഉണ്ണിയെ കുറിച്ച് എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ ആരോട് ചോദിച്ചാലും അവനെ കണ്ടില്ലെന്നാ പറയുന്നേ. ഇവിടെ ഒരിടത്ത് CCTV പോലും ഇല്ല ഏട്ടാ. ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാബി. അവരുടെ കയ്യിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നവരുടെ ഇൻഫർമേഷൻ ഉണ്ടാവും. ഹലോ ഹലോ അഭിയേട്ടാ, ഉണ്ണിയെ കണ്ടെത്തിയോ? ഇതുവരെ ഇല്ല മോളെ. അല്ല, ഏട്ടത്തി എന്ത് ചെയ്യുവാ? ഏട്ടത്തി വീട്ടിലില്ല അഭിയേട്ടാ. ഈ കാര്യം പറയാനാ ഞാൻ ഫോൺ ചെയ്തേ. എവിടെ പോയി? അറിയില്ല അഭിയേട്ടാ, ഫോൺ പോലും വീട്ടിൽ വെച്ചിട്ടാ പോയത്. മൈ ഗോഡ്, ഒരു തവണ വീട് മുഴുവൻ അന്വേഷിച്ച് നോക്ക്. വീട്ടിലും പുറത്തും എല്ലായിടത്തും അന്വേഷിച്ചിട്ടാ വിളിക്കുന്നത്. ഏട്ടത്തി ഇവിടെ ഒന്നുമില്ല. ശരി, നീ പേടിക്കാതിരിക്കെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി ഏട്ടാ. എന്തുപറ്റി അബി? വസുന്ധരെ കാണാനില്ലെന്ന്. ഈ അടുത്ത് ഉറപ്പായിട്ട് ഉണ്ണി അന്വേഷിച്ച് പോയതായിരിക്കും ഏട്ടാ. ഉണ്ണി മിസ്സായത് ഇവിടെയല്ലേ? വസു പിന്നെ വേറെ എവിടെ പോവാനാ? എടുത്തി ശരിക്കും എങ്ങോട്ടായിരിക്കും ഏട്ടാ പോയത്? ഉണ്ണി എടുത്ത് എവിടെയെന്നും പറഞ്ഞ് അന്വേഷിക്കുന്നേ. ഫോണ് വീട്ടിൽ വെച്ചിട്ട് വസുന്ധര എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? വീട്ടിലേക്ക് പോയ എന്തെങ്കിലും ക്ലൂ കിട്ടും. എന്റെ ജീവിതം മുഴുവനും ഞാൻ തെറ്റുകളാ ചെയ്തിട്ടുള്ളത്. എടുത്തി എത്രയോ തവണ എന്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മാറിയിട്ടില്ല. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഞാൻ അഖിലിനെ ഒരുപാട് ദ്രോഹിച്ചു. എന്നോട് ആ ദൈവം പോലും പൊറുക്കില്ല ഏട്ടത്തി. എനിക്ക് മരണമാണ് ശിക്ഷ. കാർത്തിക, കാർത്തിക എന്താ പറ്റിയേ? ചെറിയമ്മേ, എന്തു പറ്റി ചെറിയമ്മേ? കാർത്തിക, കാർത്തിക, കാർത്തിക എന്താ പറ്റിയത്? ചെറിയമ്മേ, കാർത്തിക, ചെറിയമ്മേ, എന്തു പറ്റി? ചെറിയമ്മേ, ചെറിയമ്മേ, അയ്യോ ചെറിയമ്മേ. കാർത്തികയ്ക്ക് എന്തോ അപകടം. കെട്ടഴിക്കാൻ പറ്റുന്ന നോക്ക്. ആ കാർത്തിക, നന്ദിനി, നന്ദിനി. എന്താ അഭിയേട്ടാ? എടുത്തി വീട്ടിലേക്ക് വന്നോ? വന്നിട്ടില്ല അഭിയേട്ടാ. ഉണ്ണിയെ കിട്ടിയായിരുന്നോ? ഇല്ല നന്ദിനി. അതുപോട്ടെ, എടുത്തിന്റെ ഫോൺ എവിടെ? ഇതാ ഏട്ടാ.
ഫോണെന്താ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? കാർത്തിക എന്താ പറ്റിയേ? ഉണ്ണി ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്. ഉണ്ണി ഇതഴിക്ക്. പെട്ടെന്ന് ഉണ്ണി പെട്ടെന്ന്. കാർത്തിക കാർത്തിക. ചെറിയമ്മേ, അയ്യോ ചെറിയമ്മേ. കാർത്തിക. ഉണ്ണി പോയി വെള്ളം കൊണ്ടുവാ. കാർത്തിക 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 ടെൻഷൻ ആകാതെ, നിനക്കൊന്നും സംഭവിക്കില്ല. ഉണ്ണി പെട്ടെന്ന്. അമ്മേ, വെള്ളം. ഒരു അണ്ണ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടല്ലോ. ആരായിരിക്കും? ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക് അബി. ശരി ഏട്ടാ. Damn it. എന്തു പറ്റി അബി? സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ആ നമ്പർ നമുക്ക് ട്രേസ് ചെയ്യാം ഏട്ടാ. എടുത്തി അവിടെ ആയിരിക്കും പോയത്. ഇപ്പൊ എങ്ങനെയുണ്ട് കാർത്തിക? എന്നെ എന്തിനാ രക്ഷിച്ചത് ഏടത്തി? നീ മരിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കാർത്തിക. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മരണം തന്നെയാണ് ശിക്ഷയായിട്ട് വേണ്ടത്. അങ്ങനെയൊന്നും പറയാതെ കാർത്തിക. ഉടനെ നമുക്ക് ഇവിടുന്ന് പുറത്ത് കടക്കണം. എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. അച്ഛാ, വാട്ട്? അമ്മയും കാർത്തിക ചെറിയമ്മയും എല്ലാരും ഇവിടെ ഉണ്ട്. ഓക്കെ മോനെ, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം. പേടിക്കണ്ട കേട്ടോ. ജസ്റ്റ് സ്റ്റേ ദേർ. ബൈ. വിളിച്ചു പറഞ്ഞു ഉണ്ണി. ആ പറഞ്ഞു അമ്മേ. വസുന്ധര ഉണ്ണി എവിടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ആ ജാനകി ദേവി അവരെ കിഡ്നാപ്പ് ചെയ്തേ. ഏട്ടാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പൊയ്ക്കോ. ശരി മാഡം. മാഡം, അവർ കെട്ടഴിച്ചു മാഡം. പിടിച്ചു കെട്ടിയിടവരെ. ഏയ്, എന്റെ അമ്മയെ വിട്. വിട്, വിട്. എന്റെ അമ്മയെ വിട്. വിട്, വിട്. എന്റെ അമ്മയെ വിട്. വിട്. എന്റെ അമ്മയെ വിട്. എന്റെ അമ്മയെ വിട്. എടാ മിണ്ടാതെ നിക്ക്. എന്റെ അമ്മയെ ഒന്നും ചെയ്യല്ലേ. ആന്റി, എന്റെ അമ്മയെ അഴിച്ചു വിട്. ആന്റി, എന്റെ അമ്മയെ വിട്. ആന്റിയോട് പറയില്ലേ. ഇവനെയും കെട്ടിയിട. എന്നെ അഴിച്ചു വിട്. അമ്മയെ വിട്. വേണ്ട. എന്നെ വിട്. വിട്. അവനെ വിട്. എന്നെ വിട്. എന്റെ ജോലി കഴിയുന്നത് വരെ നിങ്ങൾ എങ്ങും പോകുന്നില്ല. മര്യാദയ്ക്ക് വാ അടച്ച് മിണ്ടാതിരുന്നോ. നിങ്ങളെ രക്ഷിക്കാൻ ദൈവം പോലും വരാൻ പോകുന്നില്ല. ഓക്കെ മാഡം, ഞാൻ പോയി രജിസ്ട്രേഷന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്ത് മാഡത്തിനെ കോൾ ചെയ്യാം. എത്രയും പെട്ടെന്ന് ജോലി തീർക്ക്. ഓക്കെ മാഡം.
ഇവരെ 3 പേരെ കൊന്നിട്ട് സിറ്റിയുടെ പുറത്ത് കൊണ്ട് കളഞ്ഞേക്ക്. ഏട്ടാ, അച്ഛാ അവന്മാരെ പിടിച്ചിട്. ഇങ്ങോട്ട് വട. ഏട്ടാ, എല്ലാത്തിന് പിന്നിൽ ഈ ജാനകിയാ. ഇവളാ എല്ലാം ചെയ്തത്. സ്വത്തിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. അതെ, സ്വത്തിനു വേണ്ടി തന്നെയാ ഇതൊക്കെ ചെയ്തത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ജാനകി വേണ്ട വേണ്ട, നോ. എനിക്ക് കിട്ടാത്ത സ്വത്ത് നിങ്ങൾക്കൊരിക്കലും കിട്ടരുത്. ഈ ഉണ്ണിയെ ഇപ്പൊ തന്നെ കൊല്ലാൻ പോവാ. ജാനകി വേണ്ട, പുട്ട് കണ്ടോ? ജാനകി വേണ്ട വേണ്ട. സാർ, ഈ ജാനകി ദേവി എന്റെ മകനെയും ഭാര്യയും കാത്തയും കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പ്ലീസ് അറസ്റ്റ് ഹർ. തെറ്റ് ചെയ്തവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ജാനകി. ജയിലിൽ അഴി എണ്ണീട്ട് നീ നന്നാവാൻ പഠിക്ക. കൊണ്ടുപോ സാർ. വസുന്ധര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഉണ്ണി, ആർ യു ഓക്കെ? ഞാൻ ഓക്കെ അച്ഛാ. എനിക്കൊരു കുഴപ്പമില്ല ഏട്ടാ. എന്തോ ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല. എല്ലാരും വരൂ, വീട്ടിലേക്ക് പോവാം. ഒന്ന് നിക്ക്. എന്നെയും കൂടി നിങ്ങളുടെ കൂടെ കൊണ്ടുപോവോ? നീ എന്തിനാ വരുന്നേ? നീ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി ഞാൻ നിന്റെ ഭാര്യയാണ്. നമ്മൾ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. ആ പ്രണയത്തെ എല്ലാം നീ അല്ലേടി നശിപ്പിച്ചത്. എന്നെ കൊല്ലാതെ കൊന്നില്ലേ നീ? അതുകൊണ്ടാ നിയമപ്രകാരം നമ്മൾ തമ്മിൽ പിരിഞ്ഞത്. നിയമപരമായി നമ്മൾ പിരിഞ്ഞു. പക്ഷേ നമ്മുടെ പ്രണയത്തെ ആർക്കും പിരിക്കാനാവില്ല. ഞാൻ എന്നും നിന്റെ ഭാര്യയാ. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റി ചുമന്നിട്ട് ഇനി നീ എങ്ങനെ അകലിന്റെ ഭാര്യയാവും കാർത്തിക? ഞാൻ അറിയാതെയാണ് ആ തെറ്റുകളൊക്കെ ചെയ്തു പോയത്. ആ പാപങ്ങളൊക്കെ ഞാൻ എപ്പോഴേ കഴുകിക്കളഞ്ഞു. ഇപ്പോ ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല. എന്റെ മനസ്സിലാക്കിൽ മാത്രമേ ഉള്ളൂ. അറിവില്ലായ്മയില് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ഇപ്പോ കുറ്റബോധത്തിൽ ഞാൻ നീറുകയാണ്. എന്നോട് ക്ഷമിച്ച് എന്നെയും കൂടെ കൊണ്ടുപോവാവും.
നീ ഇനി ചത്താലും ശരി കാർത്തിക, നമ്മൾ തമ്മിൽ ഇനി ഒരുമിക്കില്ല. അപ്പൊ നിന്റെ മുമ്പിൽ തന്നെ ഞാൻ മരിക്കും. അയ്യോ, കാർത്തിക ചെറിയ കാർത്തിക ഏയ് വേണ്ട വേണ്ട കാർത്തിക കാർത്തിക വേണ്ട. അഖിലില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. ഞാൻ ഇപ്പൊ തന്നെ മരിക്കും. കാർത്തിക അയ്യോ കാർത്തിക, വീട്ടേ കേട്ടാ, ചാവുന്നെങ്കിൽ പോയി ചാവട്ടെ. തെറ്റാകിൽ മനസ്സ് മാറിയവരെ മരിക്കാൻ അനുവദിക്കരുത്. ഇവൾ ഒരിക്കലും നന്നാവില്ല എടുത്തി. നന്നായി കഴിഞ്ഞു നോക്കെ. ഇവളുടെ കണ്ണിലെ കുറ്റബോധം നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പശ്ചാത്താപത്തിലും വലിയൊരു പ്രായശ്ചിത്തം ഇല്ലെങ്കിൽ അതുകൊണ്ട് കാർത്തികയെ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഞാൻ നന്ദിനി കല്യാണം കഴിച്ചോളാം ഏട്ടാ. വേണ്ട അഖിലേട്ടാ. എനിക്ക് അഖിലേട്ടനെ ഇഷ്ടമാണെന്നത് സത്യമാണ്. പക്ഷെ കാർത്തിക നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നു. ആ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കരുത്. പ്ലീസ് ചെറിയച്ച, ചെറിയമ്മയോട് ക്ഷമിച്ചേക്ക്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമല്ലോ പ്ലീസ്. മോനാഖിൽ, അവൾ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോ നമ്മളൊക്കെ എന്ത് സന്തോഷത്തിലായിരുന്നു അഖിൽ. അതൊക്കെ ഇനിയൊന്ന് ഓർത്തു നോക്ക്. എത്ര സന്തോഷത്തോടെ നമ്മുടെ ഫാമിലി കഴിഞ്ഞിരുന്നത്. ഇനി വീണ്ടും അതേപോലെ ഒരു ഫാമിലി എനിക്ക് കിട്ടണം. എന്നെ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് നിർത്തിയാലും മതി. നിങ്ങളുടെ കൂടെ കഴിയണമെന്ന് ആഗ്രഹം. പ്ലീസ് എന്നെ ഉപേക്ഷിക്കല്ല അഖിൽ. എനിക്ക് മാപ്പ് തരണം. നമ്മൾ 3 മക്കളും മരുമക്കളും എപ്പോഴും ഒരുമിച്ചുണ്ടാവണമെന്ന് അമ്മയും അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ലേ? അതിപ്പോൾ സഫലമായിരിക്കണം ബേ. അമ്മയും അച്ഛൻ ഇതിൽ ഒരുപാട് സന്തോഷിക്കും. അതെ ഏട്ടാ, ഇനി ഇത് ഏട്ടന്റെ കുടുംബം. അല്ല, എല്ലാവരും നമ്മുടെ കുടുംബമാണ്.